സ്നേഹിത, സത്യം, അതായത് യേശുക്രിസ്തു നമ്മിൽ ഇല്ലാതെയാകുമ്പോഴാണ് നമുക്ക് പാപമില്ലെന്ന് നാം പറയുന്നത്. ഇന്ന് സഭയിലും സുവിശേഷ പ്രസ്ഥാനങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവവിരുദ്ധമായ പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്നിട്ടും അതൊന്നും പാപമാണെന്ന് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മിൽ യേശു വസിക്കുന്നില്ല എന്ന് പറയാം. അതെ, പാപം ചെയ്യുകയും അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ വരികയുമാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ദുരന്തം. അതുകൊണ്ടാണ് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചത്. ആകയാൽ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനായി നമുക്ക് യാചിക്കാം. യേശു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിനെ നിങ്ങൾക്ക് തരും.